ഫ്രണ്ട്സ് നമസ്കാരം. ഇന്ന് പഠിക്കുന്നത് ടോപ്പ് 5 ഫണ്ട് സ്ട്രാറ്റജീസ് ആണ്. മോഡറേറ്റ് ബുള്ളിഷ് വ്യൂ. ചെറിയ രീതിയിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. ആദ്യത്തെ സ്ട്രാറ്റജി 5 പഠിക്കുന്നുണ്ട്. ആദ്യത്തേത് ITM കോൾ ഓപ്ഷൻസ് ബൈ ചെയ്യുക. ഇവിടെ നമ്മളൊരു എക്സാമ്പിൾ സ്റ്റോക്ക് എടുക്കുകയാണ്. ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ വില മുകളിലേക്ക് പോകും എന്ന് കരുതിയാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആദ്യത്തെ സ്ട്രാറ്റജി ഇൻ ദ മണി കോൾ ഓപ്ഷൻ ബൈ ചെയ്യുക. ഇൻ ദ മണി കോൾ ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ ഈ കാണുന്നവയാണ്. 2360 നിൽക്കുന്ന സ്റ്റോക്ക്, അതിൻ്റെ മുകളിലുള്ള പ്രൈസുകളൊക്കെ ഇൻ ദ മണിയാണ്. മുകളിൽ മീൻസ് ഇവിടെ കാണുന്ന മുകളിൽ കാണുന്നെങ്കിലും ഇതിനേക്കാൾ ചെറിയ വില 2360 കുറഞ്ഞ വിലയാണ് 2340, അതിലും കുറഞ്ഞതാണ് 2320. അങ്ങനെ വില കുറഞ്ഞു വരുംതോറും വില കുറഞ്ഞ സ്ട്രൈക്കുകളൊക്കെ ഇൻ ദ മണി കോൾ ഓപ്ഷൻസ് ആണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളിവിടെ ചെയ്യേണ്ട സ്ട്രാറ്റജി ഇൻ ദ മണി കോൾ ഓപ്ഷൻസ് വാങ്ങുവാനാണ് പറഞ്ഞത്. ഇൻ ദ മണി കോൾ ഓപ്ഷൻ വാങ്ങുമ്പോൾ നമുക്ക് 2300 വാങ്ങി നോക്കാം. 2300 ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഓപ്ഷൻസ് കോൾ ഓപ്ഷൻസ് ബൈ. ഇൻ ദ മണി കോൾ ഓപ്ഷൻസ് വാങ്ങുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചാർട്ട് കിട്ടി. സ്റ്റോക്കിന്റെ വില മുകളിലേക്ക് പോകും എന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ടാണ് ഈ ഒരു സ്ട്രാറ്റജി എടുത്തത്. ഒരുപാട് മുകളിലേക്ക് പോകും എന്നല്ല, കുറച്ച് മുകളിലേക്ക് പോകും. കുറച്ച് എന്ന് പറയുമ്പോൾ ഒരു 5% പോയാൽ 5% ഒക്കെ നമുക്ക് പോവുകയാണെങ്കിൽ നമ്മൾ പ്രോഫിറ്റബിൾ ആയിട്ട് മാറും. 2384 ആണ് നമ്മുടെ ബ്രേക്ക് ഇവൻ. അതിന് മുകളിലേക്ക് സ്റ്റോക്ക് പോയാൽ മാത്രമാണ് നമുക്ക് പ്രോഫിറ്റ് കിട്ടുക. ഇങ്ങനെ അങ്ങോട്ട് പോകുന്തോറും പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മുടെ ക്യാപിറ്റൽ 24,945 രൂപയാണ് നമുക്ക് വെക്കേണ്ടി വരുന്നത്. കാരണം 500 സ്റ്റോക്കാണ്. 83 രൂപ 15 രൂപ വെച്ചാണ് നമുക്ക് വാങ്ങാൻ പറ്റുന്നത് ഓപ്ഷൻസ്, കോൾ ഓപ്ഷൻസ്. അപ്പോൾ 2354 മുകളിലേക്ക് പോകുന്തോറും 500 എണ്ണത്തിന് ഓരോ പോയിന്റിനും 500 രൂപ വെച്ച് നമുക്ക് കിട്ടും. കാരണം 500 അല്ല 300 രൂപ വെച്ച് കിട്ടും. കാരണം 300 നമ്മുടെ ലോട്ട് സൈസ്. ഓരോ പോയിന്റ് കടക്കുന്തോറും 300 രൂപ വെച്ച് നമുക്ക് പ്രോഫിറ്റ് കിട്ടും. അങ്ങനെ സ്റ്റോക്ക് ഒരു 6% കയറിയാൽ നമുക്കൊരു 37,163 രൂപ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സ്ട്രാറ്റജിയാണ് ബൈയിങ് ഇൻ ദ മണി കോൾ ഓപ്ഷൻസ്. ടാർജറ്റ് വന്നാൽ എക്സിറ്റ് ആവുക. എല്ലാ ക്യാപിറ്റലും ഇതിനു വേണ്ടി ഉപയോഗിക്കാതിരിക്കുക. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. രണ്ടാമത്തെ സ്ട്രാറ്റജി സെല്ലിംഗ് അറ്റ് ദ മണി പുട്ട്. അറ്റ് ദ മണി പുട്ട് എന്ന് പറയുമ്പോൾ ഇത് ആണ് അറ്റ് ദ മണി, നിയർ ദ മണി എന്ന് വേണമെങ്കിലും പറയാം. ഇവിടെയുള്ള പുട്ട് ഓപ്ഷൻ നമുക്ക് വിൽക്കുവാനാണ് പറയുന്നത്. കാരണം നമ്മളുടെ മോഡറേറ്റ് ബുള്ളിഷ് വ്യൂ ആണ്. 2380 അറ്റ് ദ മണി പുട്ടാണ്. ഇത് നമുക്ക് വിൽക്കാം. 2400 വേണമെങ്കിലും വിൽക്കാം. പക്ഷെ അത് കുറച്ചുകൂടെ ഹയർ സ്ട്രൈക്ക് ആണ്. 2380 അല്ലെങ്കിൽ 2360 വിൽക്കുന്നതാണ് നല്ലത്. 2380 വേണമെങ്കിലും വിൽക്കാം. കാരണം നമ്മൾ ബുള്ളിഷ് ആണല്ലോ. റീസെറ്റ് 2380 പുട്ട് ഓപ്ഷനാണ് വിൽക്കാൻ പറഞ്ഞത്. അറ്റ് ദ മണി പുട്ട് സെല്ലാണ്. യെസ്, ഇങ്ങനെ ഒരു ചാർട്ട് നമുക്ക് കിട്ടി. ഇപ്പോൾ 2380 പുട്ട് വിറ്റ് കഴിഞ്ഞാൽ 46 രൂപ 25 വെച്ച് 300 സ്റ്റോക്കിന് നമുക്ക് 13,875 രൂപ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുക. പക്ഷേ ഇതൊരു ഹൈ പ്രോബബിലിറ്റി ട്രേഡ് ആണ്. 61.17% പ്രോബബിലിറ്റി ഉണ്ട് ഇത് വിൻ ചെയ്യാനുള്ളത്. നമ്മൾ ബുള്ളിഷ് ആണ്, നമ്മൾ മോഡറേറ്റ് ആണ്. ഒരുപാട് മുകളിലേക്ക് പോകും എന്ന് നമ്മൾ കരുതുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ വേറെ സ്ട്രാറ്റജി ഉണ്ട്. കുറച്ച് മുകളിലേക്ക് പോകും എന്ന് മാത്രമാണ് നമ്മൾ കരുതുന്നത്. അതുകൊണ്ട് ഈ ഒരു സ്ട്രാറ്റജി നല്ലതാണ്. 5% പോകുമെന്ന് കരുതുവാണെങ്കിൽ നമുക്ക് 2400 വേണമെങ്കിലും വിൽക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് 2400 വിറ്റ് നോക്കാം. 2400 പുട്ടാണ് പറഞ്ഞത്. 2400 ഓപ്ഷൻ സെൽ. 2400 പുട്ട് വിൽക്കുമ്പോൾ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ഈ രീതിയിലാണ്. 17,415 രൂപ പ്രോഫിറ്റ് കിട്ടാൻ ഉള്ള ചാൻസ് ഉണ്ട്. 1,28,000 രൂപ മാർജിൻ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. സ്റ്റോക്ക് കുറച്ച് മുകളിലേക്ക് പോകും എന്ന് നമ്മൾ കരുതുന്നു. 2400 വരെയൊക്കെ എത്തുമ്പോഴേക്കും നമുക്ക് 17,000 രൂപയ്ക്ക് മുകളിൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു
ട്രേഡാണിത്, ഒരു സ്ട്രാറ്റജിയാണ്. ഇതാണ് നമ്മൾ രണ്ടാമത് പഠിച്ച സെല്ലിംഗ് ATM പോയിന്റ്. ഇവിടെയും ടാർഗറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റ് ആവാം. ഒരുപാട് വോളറ്റിലിറ്റി ഉള്ള സ്റ്റോക്കുകൾ ഈ സ്ട്രാറ്റജിക്ക് തിരഞ്ഞെടുക്കാതിരിക്കുക. അഗെയിൻസ്റ്റ് ആണ് പോകുന്നതെങ്കിൽ സ്റ്റോക്ക് താഴേക്ക് പോയാൽ നമുക്ക് നഷ്ടം വരുമെന്നുള്ളത് മനസ്സിലാക്കുക. അവിടെ റിപ്പയറിംഗ് സ്ട്രാറ്റജികൾ പഠിച്ചിരിക്കണം, അഡ്ജസ്റ്റ്മെന്റ്സ്. മൂന്നാമത്തെ സ്ട്രാറ്റജി ബൈങ് എ ഫ്യൂച്ചർ കോൺട്രാക്ട്. ഒരു ഫ്യൂച്ചർ വാങ്ങി വെക്കാം, കാരണം ബുള്ളിഷ് ആണ്. എക്സ്ട്രീംലി ബുള്ളിഷ് ആണെങ്കിലും നമുക്ക് ഫ്യൂച്ചർ വാങ്ങാം, മോഡറേറ്റ് ആണെങ്കിലും ഫ്യൂച്ചർ വാങ്ങാവുന്നതേ ഉള്ളൂ. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഓപ്ഷൻസിന് പകരം ഫ്യൂച്ചർ ബൈ ആണ്, ആഡ് പൊസിഷൻ. ഇതാണ് സ്ട്രാറ്റജി. അപ്പോൾ കുറച്ച് മുകളിലോട്ട് 5% മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊരു 39,000 രൂപ 40,000 രൂപയ്ക്ക് അടുത്ത് പ്രോഫിറ്റ് കിട്ടും. 1,25,000 രൂപയുടെ മാർജിൻ വെക്കേണ്ടി വരിക. സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പണം കയ്യിൽ കരുതുക. സോ ഇതിന്റെ പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് 48.63% ആണ്. ഇതാണ് ഫ്യൂച്ചർ ബൈ സ്ട്രാറ്റജി. ചെറുതായിട്ടുള്ള ബുള്ളിഷ് വ്യൂ പോയിന്റിൽ താഴേക്കാണ് പോകുന്നതെങ്കിൽ നഷ്ടം വരും. സോ നമ്മൾ റിപ്പയർ ചെയ്യുക. താഴേക്ക് പോയാൽ റിപ്പയറിംഗ് സ്ട്രാറ്റജികൾ ഇംപ്ലിമെന്റ് ചെയ്യണം. ഹൈ IV സ്റ്റോക്കുകൾ ഒഴിവാക്കുക. ടാർഗറ്റ് ആയാൽ എക്സിറ്റ് ആവുക. സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നതനുസരിച്ച് ഫ്യൂച്ചർ മുകളിലേക്ക് പോകും, കാരണം ഫ്യൂച്ചർ സ്റ്റോക്കിന്റെ ഡെറിവേറ്റീവ് ആണ്. നാലാമത്തെ സ്ട്രാറ്റജി ഷോർട്ട് സ്റ്റാർഡിൽ അറ്റ് എ ഹയർ സ്ട്രൈക്ക്. ഹയർ സ്ട്രൈക്ക് എന്ന് പറയുമ്പോൾ നമ്മളുടെ 2,380 പ്രൈസ് നിൽക്കുന്നത്. അതിന്റെ ഹയർ സ്ട്രൈക്ക് എന്ന് പറയുന്നത് 2,400 ആണ്. പിന്നെയും സ്ട്രൈക്കുകളുണ്ട്, പക്ഷെ നമ്മൾ മോഡറേറ്റ്ലി ബുള്ളിഷ് ആണ്. അതുകൊണ്ട് ഒരുപാട് മുകളിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. 2,400 വരെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. ഒരു ഷോർട്ട് സ്റ്റാർഡിൽ ചെയ്ത് നോക്കാം. ഷോർട്ട് സ്റ്റാർഡിൽ നമ്മൾ ചെയ്യുന്നത് കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഒരേ സ്ട്രൈക്കിൻ്റെത് ഒരുമിച്ച് വിൽക്കുന്ന സ്ട്രാറ്റജിയാണ്. സോ സെൽ ഓപ്ഷൻസ് പുട്ട് ഓപ്ഷൻ ആണെങ്കിൽ വിൽക്കേണ്ടത് 2,400 ആണ്. കോൾ ഓപ്ഷനും 2,400 ആണ്. സെൽ കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും ഒരുമിച്ച് വിറ്റു. ഹൈ സ്ട്രൈക്കിനാണ് വിറ്റത്. നിലവിലെ സ്റ്റോക്ക് പ്രൈസിന് കുറച്ച് മുകളിലുള്ള സ്ട്രൈക്കിലാണ് രണ്ടും നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് സ്റ്റോക്ക് മുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് ലാഭം കിട്ടുന്ന ഒരു സ്ട്രാറ്റജിയാണ്. ഒരുപാട് മുകളിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, ഒരുപാട് താഴേക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ചെറിയ രീതിയിൽ മുകളിലേക്ക് പോകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ ഒരു സ്ട്രാറ്റജി ചെയ്യുക. ഇവിടെ നമുക്ക് ഈ രീതിയിൽ അതിന്റെ ഒരു പ്രോഫിറ്റബിലിറ്റി ഉണ്ട്. 53.64% പ്രോബബിലിറ്റി ഓഫ് പ്രോഫിറ്റ് ഉണ്ട് ഈ ഒരു സ്ട്രാറ്റജിക്ക്. ഇവിടെയും നമുക്ക് 1,53,000 ക്യാപിറ്റൽ മാർജിൻ വെക്കേണ്ടി വരും. ഇതാണ് സ്ട്രാറ്റജി. ഈ രീതിയിലുള്ള പ്രോഫിറ്റബിലിറ്റി ചാർട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മളുടെ കാര്യം സാധിച്ചാൽ അത് എക്സിറ്റ് ആവുക. സ്റ്റോക്ക് മുകളിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രോഫിറ്റബിൾ ലെവലിലോട്ട് എത്തും. അപ്പം നമുക്ക് ഇവിടെ എക്സിറ്റ് ആവാം. ഹൈ IV സ്റ്റോക്കുകൾ ഇതിനും നമ്മൾ ഒഴിവാക്കണം, കാരണം വലിയ രീതിയിൽ സ്റ്റോക്ക് മുകളിലേക്കും താഴേക്കൊക്കെ പോയാൽ ഡേഞ്ചറാണ്. പൊസിഷൻ ഗോസ് റോങ്. എങ്ങോട്ടേലും ഒരു വഴിക്കേ സ്റ്റോക്ക് പോവുകയുള്ളൂ എന്ന് മനസ്സിലാക്കണം. ഒന്നുകിൽ മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോയാൽ നമ്മുടെ പുട്ട് ഓപ്ഷൻ നമുക്ക് പ്രോഫിറ്റ് തന്നു, കോൾ ഓപ്ഷൻ നമുക്ക് നഷ്ടവും തന്നു. ആ നഷ്ടം നികത്തുവാൻ ആ മാർക്കറ്റിൽ ചെയ്യാൻ പറ്റുന്ന മറ്റുള്ള അഡ്ജസ്റ്റ്മെന്റ് സ്ട്രാറ്റജികൾ നമ്മൾ ചെയ്യണം, അല്ലെങ്കിൽ അത് പഠിച്ചിട്ട് ചെയ്യണം. റിപ്പയറിംഗ് സ്ട്രാറ്റജികൾ ആണ് ചെയ്യേണ്ടി വരിക. ഒരു കോൾ ഓപ്ഷൻ ഇൻ ദ മണി പോകുമ്പോൾ അത് ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഷോർട്ട് ഫ്യൂച്ചർ ആണ്. ഒരു ഫ്യൂച്ചർ ഷോർട്ട് ചെയ്യുന്നതിന് തുല്യമായിട്ടുള്ള റിസ്ക് ആണ് അവിടെ നമുക്ക് കിട്ടുന്നത്. കുറച്ച് നമുക്ക് പണം കിട്ടിയിട്ടുണ്ട് എങ്കിലും ബാക്കി റിസ്ക് തന്നെയാണ്. അപ്പോൾ ഫ്യൂച്ചർ ഷോർട്ട് ചെയ്യുമ്പോൾ തെറ്റിയാൽ എന്ത് റിപ്പയർ ആണോ ചെയ്യുന്നത് ആ റിപ്പയർ ആണ് ഇവിടെയും ചെയ്യേണ്ടി വരിക. നമ്മളുടെ അഞ്ചാമത്തെ സ്ട്രാറ്റജി റേഷ്യോ അറ്റ് ഹൈ സ്ട്രൈക്ക് ആണ്. റേഷ്യോ എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നുകിൽ സ്റ്റോക്ക് ആവാം അല്ലെങ്കിൽ ഫ്യൂച്ചർ ആവാം. ഇവിടെ ഫ്യൂച്ചർ കൊണ്ടുള്ള ഓപ്ഷൻസ് വെച്ചുകൊണ്ടുള്ള ഒരു റേഷ്യോ സ്ട്രാറ്റജി പഠിക്കാം. ഫ്യൂച്ചർ വാങ്ങുമ്പോൾ ഫ്യൂച്ചറിന് സ്ട്രൈക്കുകൾ ബാധകമല്ല, മാർക്കറ്റ് പ്രൈസിനാണ് വാങ്ങാൻ പറ്റുന്നത്. അറ്റ് ദ മണിയാണോ അവിടെയാണ് നമുക്ക് വാങ്ങാൻ പറ്റുക. ഇങ്ങനെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ, പക്ഷെ ഇത് റേഷ്യോ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഇത്രയും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത്രയും വലിയ രീതിയിൽ മുകളിലേക്ക് പോകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ചെറിയ രീതിയിൽ മുകളിലേക്ക് പോകും എന്നാണ് കരുതുന്നത്. ഒരു പക്ഷേ 2,460 വരെ പോകും എന്ന് കരുതിയാൽ 2,460 2 കോൾ ഓപ്ഷൻ വിൽക്കുകയാണ് ചെയ്യുക.
അല്ലെങ്കിൽ 2440 രണ്ട് കോൾ ഓപ്ഷൻ, 2440 രണ്ട് കോൾ ഓപ്ഷൻ ഷോർട്ട് ചെയ്യുക. അപ്പോഴും നമുക്ക് ഇപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് ചെയ്ത ഷോർട്ട് സ്റ്റാർട്ടിന് പോലെയുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. പക്ഷെ ഇതൊരു റേഷ്യോ സ്ട്രാറ്റജിയാണ്, 1:2 എന്നുള്ള രീതിയിൽ. പക്ഷേ ഫ്യൂച്ചറിന് പകരം ഉപയോഗിക്കുന്നത് അപ്പുറത്തെ സൈഡിൽ ഓപ്ഷൻസ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെയും സ്റ്റോക്ക്, ഇവിടെ നിൽക്കുന്ന സ്റ്റോക്ക് കുറച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റബിൾ സിറ്റുവേഷനിൽ എത്തും. 29,000 വരെ മാക്സിമം പ്രോഫിറ്റ് കിട്ടാം, അല്ല 30,550 വരെ മാക്സിമം പ്രോഫിറ്റ് കിട്ടാൻ പറ്റുന്ന സ്ട്രാറ്റജിയാണ്. ഇതിന് 53.71% പ്രോഫിറ്റബിലിറ്റി. ഓൾറൈറ്റ്, ഈ 5 സ്ട്രാറ്റജികളാണ് മോഡറേറ്റ് ബുള്ളിഷ് വ്യൂവിൽ നമുക്ക് ചെയ്യാൻ കഴിയാറുള്ളത്. ഇപ്പൊ ഈ ഒരു കേസിൽ നമ്മൾ ടാർഗറ്റ് ആയാൽ എക്സിറ്റ് ആവുക, ഹൈ ഹെവി സ്റ്റോക്കുകൾ ഇതിനു വേണ്ടി തിരഞ്ഞെടുക്കാതിരിക്കുക, റിപ്പയർ ചെയ്യുക. സ്റ്റോക്ക് നമുക്ക് എഗെയിൻസ്റ്റ് പോയാൽ. ഓൾറൈറ്റ്, താങ്ക് യു ഫോർ വാച്ചിങ്. Please like, share, comment and subscribe. Happy investing.